ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ റിംഗ് കൗണ്ടർ ഇൻ വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ടൂൾ സൈലൻസ് ISE തന്നെയാണ്. അപ്പോൾ സൈലൻസ് ISE ഡിസൈൻ ടൂൾ എടുത്ത് വി സ്റ്റാർട്ടഡ് വിത്ത് നെയിമിങ് ദ പ്രോഗ്രാം. ഒരു ന്യൂ പ്രോജക്റ്റ് എടുത്തു, പേര് കൊടുത്തു, കൗണ്ടർ എന്നൊരു പേര് കൊടുത്തു. ഇനി നമ്മൾ ഈ പേര് കൊടുത്തു കഴിഞ്ഞ ശേഷം യു ക്യാൻ സ്റ്റോർ ഇറ്റ് സംവെയർ ഇൻ D ഡ്രൈവ് ഓർ സംതിങ്. അപ്പോൾ ആ ലൊക്കേഷൻ ചൂസ് ചെയ്യണം. അതാണ് ആ സെക്കൻഡ് കാണുന്നത്. പേര് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ആൻഡ് ദെൻ ഇവിടെ താഴെ കാണാം HTL എന്നൊരു ഓപ്ഷൻ കാണാം. വി ആർ ഗോയിങ് ടു ഡു ദിസ് വെരിലോഗ് പ്രോഗ്രാമിംഗ്, ദാറ്റ് ഇസ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് മാറ്റാനൊന്നുമില്ല. ഓൾറെഡി ഒരു പേര് ഇവിടെ കൊടുത്തു പോയത് കൊണ്ട് വി വിൽ ചേഞ്ച് ദ നെയിം ഓഫ് ദ പ്രോജക്റ്റ്. വേറൊരു പേര് കൊടുക്കാം, കൗണ്ടേഴ്സ് റിംഗ്. ഇനി അത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ പുതിയൊരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ സോഴ്സ് എടുത്തു. അപ്പോൾ ന്യൂ സോഴ്സിൽ വെരിലോഗ് മോഡ്യൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അഗൈൻ വി ഗീവ് എ ഫയൽ നെയിം, വേറെ ഒരു പേര് കൊടുക്കാം. ഇനി ഇവിടെ ഒരു പോർട്ട് കൊടുക്കാവുന്നതുണ്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഇതർ നമുക്ക് ഡയറക്റ്റ്ലി ഇൻപുട്ടും ഔട്ട്പുട്ടും അവിടെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ടും കൊടുക്കാം. ഇൻപുട്ട് ക്ലോക്ക്, ഔട്ട്പുട്ട് ക്യൂ. ഓട്ടോമാറ്റിക്കലി അത് പ്രോഗ്രാമിലേക്ക് വന്നു. ഇനി നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് വെക്റ്റേർഡ് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് 3:0 എന്ന് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 3:0 കൊടുക്കുന്നത് എന്തിനാണ്? Q0, Q1, Q2, Q3 എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകൾ കാണിക്കാനാണ്. 4 ബിറ്റ് 0000 അല്ലെങ്കിൽ 100 whatever. അപ്പോൾ ആ 4 ബിറ്റ് അതിനകത്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മളിനി അടുത്ത പ്രോഗ്രാമിൻ്റെ ലൈനിലേക്ക് പോകുന്നത് ഓൾവേസ് അറ്റ് പോസ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക്. ഇൻ ദ സെൻസ് ബിഹേവിയറൽ മോഡലിങ്ങിൽ നമ്മൾ ഓൾവേസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന, അപ്പോൾ ഓൾവേസ് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുക. ഇവിടെ പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണേ. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം, വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ ഓൾവേസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലൈനിൽ മാത്രം സെമിക്കോളൻ വെച്ച് എൻഡ് ചെയ്യേണ്ട. ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് കൊടുക്കുകയാണ്. ബിഫോർ ദാറ്റ് നമ്മൾ ഒരു പ്രോഗ്രാം കുറേ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബിഗിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡും കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ കുറേ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ബിഗിന്ന് ബിഹേവിയറൽ മോഡലിങ്ങിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കേസ് സ്റ്റാർട്ട് ചെയ്തു. കേസ് ക്യൂ എന്ന് കൊടുത്തു. ക്യൂ നമുക്കറിയാം 3 ബിറ്റ് 4 ബിറ്റ് 000. അപ്പം 3:0 എന്നുള്ള ആ ഒരു ഓപ്ഷൻ വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് കൊടുത്താൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ഇൻ കേസ് ഇപ്പോൾ 1000 ഇൻപുട്ടാണെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത് 0100. അപ്പോൾ ആ 0100 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യൂ ആണ് പിന്നത്തെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0010 ആയിരിക്കും. അങ്ങനെ നമ്മൾ വി ക്യാൻ റൈറ്റ് അബൌട്ട് 4 ലൈൻസ്. ഇപ്പോൾ റിംഗ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ബിറ്റ് മാത്രം 1ഉം ബാക്കിയെല്ലാം 0 ആവുന്നതാണ് റിംഗ് കൗണ്ടർ. അപ്പോൾ ദിസ് ഇസ് ഹൗ യു കംപ്ലീറ്റ് ദ പ്രോഗ്രാം. ഇതേപോലെ 4 പ്രാവശ്യം ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അവർ പ്രോഗ്രാം ഈസ് ഡൺ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് കേസ് കൊടുക്കണം. അത് മറക്കരുത്, എൻഡ് കേസ് കൊടുക്കണം. അതേപോലെ ഒരു ബിഗിൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു എൻഡും കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊഡ്യൂൾ ഇനിഷ്യലൈസ് ചെയ്ത പോലെ തന്നെ മൊഡ്യൂൾ എൻഡും ചെയ്യണം. അപ്പോൾ എൻഡ് മൊഡ്യൂൾ അവിടെ ഉണ്ടാവും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് മൊഡ്യൂളും ഓട്ടോമാറ്റിക്കലി വരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. സോ വി ആർ ഡൺ. അത് കഴിഞ്ഞിട്ട് നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ISIM സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ സേവ് ചെയ്ത പ്രോഗ്രാമിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ISIM സിമുലേറ്റർ കാണാം. അവിടെ ബിഹേവിയറൽ ചെക്ക് സിൻടാക്സ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വന്നാൽ നമ്മുടെ സിൻടാക്സ് കറക്റ്റാണെന്ന് അർത്ഥം. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴത്തെ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ സിമുലേഷൻ വിൻഡോ വരുന്നത്.
സിമുലേഷൻ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാല്യൂസ് നമ്മൾ ഇൻപുട്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇൻപുട്ട് ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല ഇവിടെ കൊടുക്കുക, ഫോഴ്സ് ക്ലോക്കാണ്. ഫോഴ്സ് ക്ലോക്കൊന്നും കൊടുത്തിട്ട് അപ്പോൾ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ലീഡിങ് എഡ്ജ് 1ഉം ട്രെയിലിംഗ് എഡ്ജ് 0യും കൊടുത്ത് നമ്മുടെ ആ ടൈം പീരീഡ് നമുക്ക് 1 US അല്ലെങ്കിൽ 1 മൈക്രോ സെക്കൻഡ് എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ റൺ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. യു ക്യാൻ സി ഇത് 4 ബിറ്റ് ആയതുകൊണ്ട് 4 ബിറ്റ് അറ്റ് എ ടൈം അതിൽ കാണുന്നുണ്ട്. ഇനി ഓരോ പ്രാവശ്യവും നമ്മൾ റൺ എടുത്ത് കൊടുത്താൽ മതി. വാട്ട് ഹാപ്പൻസ് ഈസ് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഔട്ട്പുട്ട് പോകും. ഇപ്പോൾ 1000യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 0100 ആണ്. ഒന്നുകൂടി റൺ കൊടുക്കുമ്പം 0010 വരും. തേർഡ് ടൈം റൺ കൊടുക്കുമ്പോൾ 0001 വരും. അങ്ങനെ ഇറ്റ് റിപ്പീറ്റ്സ്. ഓരോ പ്രാവശ്യം റണ്ണ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് സൂം ടു ഫുൾ വ്യൂ കൊടുത്താൽ യു ക്യാൻ സി ഓൾ ഓഫ് ദീസ് ടുഗെദർ. ഈ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ ഒന്ന് ക്ലോക്ക് ഫോഴ്സ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോക്ക് ഫോഴ്സ് ചെയ്തു, എന്നിട്ട് ലീഡിങ് എഡ്ജ് 1 കൊടുത്തു, ട്രെയിലിംഗ് എഡ്ജ് 0 കൊടുത്തു, ആൻഡ് ടൈം പീരീഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഡ്യൂട്ടി സൈക്കിളൊക്കെ ഓട്ടോമാറ്റിക്കലി 50 എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം റൺ കൊടുത്തു. സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഔട്ട്പുട്ട് ഒരെണ്ണം വന്നു. ഇനി ഓരോ സൈക്കിളിലും നമ്മൾ വീണ്ടും റണ്ണ് കൊടുക്കും തോറും നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ് റിംഗ് കൗണ്ടർ. ഇറ്റ് റിപ്പീറ്റ്സ്. വീണ്ടും വീണ്ടും ഈ റൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. You can see the state change. So that's it about ring counter. ഓരോ പ്രാവശ്യം നമ്മൾ റൺ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഇറ്റ് കണ്ടിന്യൂസ്. So you can try. Thank you.